ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ അർജൻറ്റ് മെസ്സേജ് നിങ്ങൾക്കായിട്ട് എന്താണ് ഉള്ളത് എന്ന് നോക്കാനാണ്. അങ്ങനെ എന്ത് നല്ലതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അത് നിങ്ങൾ കേട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഹിഡൻ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സഡൻ ആയിട്ട് ലഭിക്കുന്നതായിട്ട്, നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു, സഡൻ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, സഡൻ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നതായിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടും പോലും പ്രതീക്ഷയില്ലാത്ത സമയത്ത് സഡൻ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, സഡൻ ആയിട്ട് ഒരു അവസരം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 3 അല്ലെങ്കിൽ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വെയിറ്റിംഗ് ഗെയിം അവസാനിച്ചിട്ട് നിങ്ങൾക്കൊരു നല്ല ജോബ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പൂർണ്ണമാകാനുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതിനെക്കുറിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് സഡനായിട്ട് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദൈവം നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം തരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ഒരു സന്തോഷം തരുവാനുള്ള ഡീപ്പ് ലെവലിൽ നോക്കുമ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് സന്തോഷം മാത്രമല്ല, വേറെ പല സന്തോഷം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദൈവം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസരം, ഇപ്പോൾ വരാൻ പോകുന്ന അവസരം നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ലാഭം ലഭിക്കും, നല്ല പൈസ കിട്ടും. ആ പൈസ കിട്ടുന്നതിലൂടെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കാം. അതിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ട്, മനോകാമനകളുണ്ട്. അതായത് എനിക്ക് ഇന്ന ആഗ്രഹം നടക്കണം, ഇത് നടക്കണം, അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ തൊട്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ കരിയറിൽ നിങ്ങൾക്കൊരു സക്സസ് ലഭിച്ചാലേ നിങ്ങളുടെ കയ്യിൽ പൈസ വരികയുള്ളൂ, ഈ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കയ്യിൽ പൈസ ഒരു, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ വരത്തില്ലേ. ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം പല കാര്യങ്ങളും വേറൊരാളുടെ കൺട്രോളിലായിരിക്കാം. ഇനി പൈസ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു അവസരം നിങ്ങളുടെ തേടി വരാൻ പോവുകയാണ്. ആ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും കരിയറിൽ. പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും അൺഫോൾഡ് ആവുകയാണ്. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിക്കും. അതായത് അന്ന് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടാണ് എനിക്കിപ്പോൾ ഈ ലെവലിൽ ഗ്രോത്ത് ഉണ്ടായത് എന്ന്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് എത്താറാകുമ്പോൾ നിങ്ങൾ 1 2 3 അല്ലെങ്കിൽ 3 4 5 6 അങ്ങനെ ഒരു നമ്പർ കൂടുന്ന നമ്പറില്ലേ, അങ്ങനെ കാണും നിങ്ങൾ. ഇല്ലെങ്കിൽ പടികൾ കാണും. ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള ന്യൂ മൂൺ അല്ലെങ്കിൽ ഫുൾ മൂൺ, അതിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരും, ഉറപ്പാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ പിറകിൽ ഫെയ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും മറഞ്ഞിരിപ്പുണ്ട്. അതായത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസാണിത്. അതായത് നിങ്ങൾക്കിത് അർഹമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം അതിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, സഡൻ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, വരാൻ പോകുന്ന സമയം സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് വന്നാലും നിങ്ങൾ കുറച്ചൊന്ന് പേടിക്കുന്നു. ഈ ഒരു സന്തോഷം കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോകുമോ, അതോ ലൈഫ് ലോങ് ഉണ്ടാകുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷനും പേടി നിങ്ങൾക്കുണ്ട്. ഇവിടെ മനസ്സ് നിങ്ങളോട് പറയുന്നു ആ ഒരു സന്തോഷം എന്താണോ, അത് ചെറുതായാലും വലുതായാലും ഞാനത് എൻജോയ് ചെയ്യാൻ. പക്ഷേ ഹൃദയം അതിന് സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു സന്തോഷം പെട്ടെന്ന് അണഞ്ഞാലോ, ഞാൻ വിഷമിക്കേണ്ട അവസ്ഥ വന്നാലോ എന്നുള്ള പേടി. അപ്പോൾ എന്തെങ്കിലും സന്തോഷം വന്നാലും ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇനി നിങ്ങളിങ്ങനെ വിഷമിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ലൈഫ് ലോങ് ലഭിക്കുന്നതാണ്. മുന്നത്തെ ആ ഒരു സ്ഥിതി ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന സ്ഥിതി. അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ എൻ്റെ റീഡിങ് കാണുമ്പോൾ വിചാരിക്കാം, ഇനി തൊട്ട് ഞാൻ നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട, എനിക്ക് എൻ്റെ സന്തോഷം എന്താണ് അതിലേക്ക് പോകണം, ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യണം, എൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ മനസ്സ് വിചാരിക്കും. പക്ഷേ ആ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിറകിലോട്ട് കൊണ്ടുപോകുന്നു. എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചോ അതിനപ്പുറം നിങ്ങൾ പിറകിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ മാറ്റണം.
കാരണം ഇവിടെ ഡിവൈൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഗ്രോത്തിലോട്ട് പോകണം. അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് പോകണം. അതിന് വേണ്ടിയാണ് ഓരോ അവസരങ്ങൾ ദൈവം തരുന്നതും നിങ്ങളുടെ സമയം നല്ലതാക്കുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തെത്തുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വിചാരിക്കണം, എൻ്റെ സമയം നല്ലതായി, ഇനി എൻ്റെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, എൻ്റെ ലൈഫിലേക്ക് അവസരങ്ങൾ ദൈവം കൊണ്ടുവരികയാണ്, അപ്പോൾ അത് നല്ലതായിട്ട് വിനിയോഗിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം, സക്സസ്സിലേക്ക് പോകണം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫീലാകുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും, അത് എൻ്റെ സമയം നല്ലതായി എന്ന്. കൂടാതെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ പോലും ഫലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈശോയിലുള്ള വിശ്വാസം കൂടും. കൂടാതെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ ചിന്ത നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും. നിങ്ങൾക്ക് എതിരായിട്ടല്ല, ഫേവറായിട്ട് മാറും. മുന്നേ അവർ നിങ്ങൾക്ക് വാല്യൂ തന്നില്ല, നിങ്ങളെ മനസ്സിലാക്കിയില്ല, ഇനി അവർ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾക്ക് വാല്യൂ തരും. ഇതൊക്കെ നിങ്ങളുടെ നല്ല പരിവർത്തനത്തിൻ്റെ ഒരു സൈനാണ്. നിങ്ങളത് മനസ്സിലാക്കൂ. കൂടാതെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ മാറ്റം അത് നിങ്ങൾ നോട്ടീസ് ചെയ്യൂ. ഇവിടെ നിങ്ങൾ പറയുന്നത് ഒന്നായിരിക്കും, മറ്റുള്ളവർ കേൾക്കുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും, അയ്യോ ഈ വ്യക്തി ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന്. പക്ഷെ നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും പറയുന്നത്, പക്ഷെ കേൾക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, വേണ്ട, ഇനി ആരോടൊന്നും സംസാരിക്കാൻ പോണ്ട, ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലത്. അങ്ങനെ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട് ആണിപ്പോൾ ഉള്ളത്. അതായത് ആരുമായിട്ട് ഒരു കൂട്ടും വേണ്ട, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വേറെ അർത്ഥത്തിലാണ് എടുക്കുന്നത് എന്നൊക്കെ ചിന്ത. അപ്പോൾ ഇനി അതിലൊരു മാറ്റം ഉണ്ടാകും. ഇനി നിങ്ങൾ പറയുന്നത് ആൾക്കാർ മനസ്സിലാക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ചില ആൾക്കാർക്ക് താമസിച്ചായിരിക്കും ഭാഗ്യം ലഭിക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ ലേറ്റായിട്ടായിരിക്കും മാരേജ് നടക്കുന്നത് എന്നും പറഞ്ഞ് അവിടെ അച്ഛനും അമ്മയും മാരേജ് നോക്കാതെയാണ് ഇരിക്കുന്നത്. അവർ എന്തുമാത്രം മാരേജ് നോക്കും, പക്ഷേ സമയം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡിവൈൻ ടൈം അല്ലെങ്കിൽ ഭാഗ്യം, ആ സമയമാകുമ്പോഴേ മാത്രമേ അവർക്ക് യോജിച്ച ആളെ അപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേപോലെയാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫേവർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുക, അതിൽ പിടിച്ച് നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ഭ്രമമുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, അതെല്ലാം ദൂരെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കറക്റ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനവും ഒരു ശാന്തിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ക്യാഷ് എപ്പോഴും ചിലവായി പോകുന്നു, എന്തെങ്കിലും ഒരു കാര്യം വന്ന് ക്യാഷ് ചിലവായി പോകുന്നു, അതിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. അതായത് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിൽക്കും, ആവശ്യമില്ല ചിലവാവാതെ. ഇവിടെ ഇലക്ട്രോണിക് ഐറ്റം ആവശ്യമില്ലാതെ ചീത്തയാകുന്നുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. അതായത് എന്തെങ്കിലും ഒരു സാധനം ചീത്തായി അത് ശരിയാകുമ്പോൾ അടുത്ത സാധനം ചീത്താവും, അതിനൊരു മാറ്റം ഉണ്ടാകും. പിന്നെ ആശുപത്രി, അതിന് വേണ്ടി ചുമ്മാ പൈസ, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടി പൈസ ചിലവായിക്കൊണ്ടേ ഇരിക്കുന്നു, അതൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഇതൊക്കെ നോട്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് വരാൻ പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാവാതിരിക്കുന്നുണ്ട് എങ്കിൽ നല്ല സമയം നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ വരാതിരിക്കാനാണ്. കാരണം ഹെൽത്ത് നല്ലതായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കുടുംബത്തിലുള്ള ആ ഒരു ക്ലേശം, അതായത് എപ്പോഴും വഴക്ക്, അതൊക്കെ മാറിയാൽ നിങ്ങൾക്ക് സമാധാനവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷവും ലഭിക്കും. ഇത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ആരോടും വഴക്കിടാൻ ഇഷ്ടമില്ല. നിങ്ങളോട് ആരെങ്കിലും വഴക്കിടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് അവരോടൊന്നും പറയത്തില്ല. അതായത് നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനത്തെ സ്വഭാവത്തിന് ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതെ എനിക്ക് അങ്ങനെയുള്ള സ്വഭാവം തന്നെ, ഞാൻ അങ്ങനെയുള്ള ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ തിരിച്ച് നിങ്ങൾ അതിനെ കൂടുതലായിട്ട് അതിനെതിരായിട്ട് പറയാൻ പോകത്തില്ല. കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ആരോടും വഴക്കിടാൻ. എങ്ങനെയെങ്കിലും ആ വഴക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. അവർ പറയുന്ന സമ്മതി ഒഴിച്ചു കൊടുത്താൽ പിന്നെ അവർ നിർത്തുമല്ലോ എന്നുള്ള രീതിയിൽ. നിങ്ങൾ വളരെയധികം സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം നഷ്ടപ്പെട്ടു പോയി. അതായത് മോശം ആൾക്കാരോടും മോശം സിറ്റുവേഷനിലും നിങ്ങളുടെ ആ ഒരു സമയം ഒത്തിരി നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കും. ആരാണോ മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കുന്ന അവർക്ക് വേണ്ടി ഈശ്വരൻ ചിന്തിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ പവിത്രത അത് ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ വളരെ ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. അതാ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റ് അറിയാതെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ്, പശ്ചാത്താപം വരും. അയ്യോ ഞാൻ അവരോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് ഒരു തോന്നൽ വരും. കൂടാതെ നിങ്ങൾ എന്താണോ മനസ്സിലുള്ളത് അത് തുറന്ന് പറയും. അല്ലാതെ മനസ്സിലൊന്ന് വെച്ച് പുറമേ വേറൊന്ന് അങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല.
ഇവിടെ ഈ ഒരു സ്വഭാവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ശത്രുക്കളെയും കിട്ടി. എങ്ങനെയാ ശത്രുക്കളെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി എടുത്തത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ അവർ നിങ്ങളുടെ ശത്രുവായി. ഇവിടെ ഒരു വ്യക്തി ഇപ്പോൾ തെറ്റിലോട്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ അവർക്ക് ഗൈഡൻസ് കൊടുത്തു. ഫ്യൂച്ചറിൽ നിങ്ങളിങ്ങനെ പോയാൽ വളരെ മോശം അവസ്ഥയിലാകും. അതുകൊണ്ട് അത് നിർത്തൂ. അത് തെറ്റാണ് നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾ ഗൈഡൻസ് കൊടുത്തു. പക്ഷേ അവരുടെ ലൈഫിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നു. അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറയുന്നു. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതലും നിങ്ങളുടെ വീടുകളിലായിരിക്കും ഈ ഒരു പ്രശ്നം നിങ്ങൾ കൂടുതലായിട്ട് ഫേസ് ചെയ്തത്. അതായത് കുട്ടികളോട് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്ന അത് ഇഷ്ടപ്പെടത്തില്ല. ഇനി ഹസ്ബൻഡിനോടോ വൈഫിനോടോ നിങ്ങൾ പറയുന്നു, അതും അവർക്ക് ഇഷ്ടപ്പെടില്ല. തിരിച്ച് അവർ വിചാരിക്കും നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, പക്ഷെ അവർ എടുക്കുന്ന രീതി തെറ്റായി പോകുന്നു. ഇവിടെ നിങ്ങൾ എന്താണോ പറഞ്ഞ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, അവരെ കേൾക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയും പോലെ സംഭവിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് ഒരു ഗിൽറ്റ് ഉണ്ടാവും, അയ്യോ അന്ന് പറഞ്ഞതാണല്ലോ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യരുത്, ഞാനത് കേൾക്കാതെ പോയല്ലോ. കൂടെ നിങ്ങൾക്കും ഗിൽറ്റ് വരും, ഞാൻ അന്ന് കുറച്ചും കൂടെ പറയാനുള്ളായിരുന്നു അവരുടെ അടുത്ത്. എന്തിന് ഗിൽറ്റ് ആവണം? ഒരു വ്യക്തിയോട് നമുക്ക് ഒന്നല്ലെങ്കിൽ 3 പ്രാവശ്യം പറയും, എന്നിട്ടും അവർ കേൾക്കുന്നില്ല എങ്കിൽ അവർ പോണ വഴിയെ പോട്ടെ എന്ന് വിചാരിക്കുക. പോയിട്ട് അവർക്ക് അതിൻ്റെ ആ ഒരു ബലം ലഭിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ വാക്കിൻ്റെ വില എന്തായിരുന്നു എന്ന്. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ആൾക്കാരുടെയും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നു, എൻ്റെ വാക്കുകൾ അവർ കേൾക്കാതെ പോയല്ലോ എന്ന്. അങ്ങനെ വിഷമിക്കാൻ പോലും നമ്മൾ പറഞ്ഞല്ലോ, പറഞ്ഞിട്ട് കേൾക്കാതെ പോയത് നമ്മളെ കുഴപ്പമല്ലോ. നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ്ങും വിഷമവും ആയിരുന്ന നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് അതൊക്കെ മാറ്റുക നിങ്ങൾ. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ശാന്തി വേണം. അതിനു ദൈവം ഒരു അവസരം നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. ഒരു മാനസിക ശാന്തി, ഒരു ആത്മീയ ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ചില ആൾക്കാരുടെ കോൺഫിഡൻസ് തകർന്നിരിക്കുകയാണ്. എന്തോ ഒരു ബ്ലെസ്സിങ് അവർക്ക് ലഭിച്ചില്ല, എന്തോ ഒരു ആഗ്രഹം നടന്നില്ല. അത് കാരണം അവരുടെ എല്ലാ കോൺഫിഡൻസും തകർന്നിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു മാനസികമായിട്ടൊരു ശാന്തി അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവം അതിനുള്ള വഴികൾ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഇവിടെ ഒരു മാനസികമായിട്ട് ശാന്തി ലഭിക്കുമ്പോഴാണ് നിങ്ങൾ മെഡിറ്റേഷൻ നല്ലതായിട്ട് ചെയ്യും, നല്ല യോഗ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളെക്കൊണ്ട് പീസായിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ തന്നെ അങ്ങോട്ട് പൊയ്ക്കോളും. നിങ്ങളെ കൊണ്ട് ദൈവം അതിലോട്ട് ശ്രദ്ധ തിരിപ്പിക്കും. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് വൈറ്റ് കളർ വസ്ത്രം കൂടുതൽ ആൾക്കാർ ധരിക്കുന്നുണ്ട്. ഒരു മാനസികമായിട്ട് ശാന്തിക്ക് വേണ്ടി വൈറ്റ് കളർ പൂവ് തലയിൽ വയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വൈറ്റ് കളർ പൂ വാങ്ങിച്ച് വീട്ടിൽ നമ്മുടെ ആ ഒരു ഹാളിൽ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെന്നും കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിലിട്ടുള്ള വസ്തുക്കൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കും. പക്ഷികളായാലും ഫ്ലവർ ആയാലും വൈറ്റ് കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്താണോ പറയുന്നത് അത് ചെയ്ത് കാണിക്കും. അതാണ് ആ സ്ട്രോങ് പേഴ്സണാലിറ്റി. അങ്ങനൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി നിങ്ങളും ആവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര ചലഞ്ചേഴ്സ് വന്നാലും നിങ്ങൾ ഒരു അഡ്വഞ്ചറിനെ പോലെ അതിനെല്ലാം ഫേസ് ചെയ്യുന്നു. കാരണം മുന്നേ നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുമായിരുന്നു, അയ്യോ ഇത്രയും പ്രശ്നം ഞാൻ എന്ത് ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര മോശം സാഹചര്യം വരട്ടെ ഞാനത് സാഹസികമായിട്ട് നേരിടും എന്നുള്ള ആ ഒരു മൈൻഡായി നിങ്ങൾക്ക്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ മാനസികമായിട്ട് ശാന്തി വരാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് അത് ഒട്ടും തന്നെ മറക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വിഷമത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാനും സാധിക്കുന്നില്ല. അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് മറക്കാനും സാധിക്കുന്നില്ല. ഇവിടെ ആ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളെ അപമാനിച്ചു. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വാല്യൂവും തന്നില്ല, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തന്നില്ല, നിങ്ങളെ തകർത്ത് കളഞ്ഞു. അവർ നിങ്ങളോട് ആ ഒരു ചെയ്തത് എന്തൊക്കെയാണോ അത് കാരണം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ചില സമയം ഉറക്കത്തിൽ ഉണർന്നിട്ട് ഈ ഒരു കാര്യം തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞ വാക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് മോശം തോന്നും. ആ രീതിയിലാണ് അവർ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ കുറേ സമയം നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക അവരുടെ വാക്കുകൾ കേട്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇവർ ഇത്രമാത്രം എന്നെ പറയുന്നല്ലോ, എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കും ചില സമയം ഇവർ പറയുന്ന കേട്ട്. അങ്ങനെ അത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ച ഒരു വ്യക്തിയുണ്ട്.
നിങ്ങൾ അവർ പറയുന്നത് കേട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു. എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവർ പറയും പോലെയല്ല എൻ്റെ ജീവിതം എന്ന് മനസ്സിലൊരു അഗ്നിയും ഒരു ചിന്തയും വന്നു. കൂടാതെ നിങ്ങൾ എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിച്ചു. ഫോർഗീവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതായത് ഇവരെന്നോട് എന്തൊക്കെയാണോ ചെയ്തത് അത് ഞാൻ ഈശോൻ്റെ അർപ്പിക്കുന്നു. ഈശോന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശിക്ഷ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഫോർഗീവിൻ്റെ ആ ഒരു ഭാവം വന്നു നിങ്ങളിൽ. മുമ്പ് ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാറി. എല്ലാവരോടും ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടി. അതായത് നിങ്ങളെല്ലാം സറണ്ടർ ചെയ്യുന്നു ദൈവത്തിൻ്റെ മുന്നിൽ. ഇവിടെ ഇങ്ങനെയുള്ള ഭാവത്തിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം സംഭവിക്കാൻ പോകുകയാണ് എന്ന്. കാരണം നമ്മൾ ഒരിക്കലും ഒരു കാര്യം മറക്കാതെ ഇങ്ങനെ മനസ്സിൽ വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ സറണ്ടർ ചെയ്യുക. ആ ഒരു കാര്യം ദൈവത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യുക. ദൈവം തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ. അപ്പോഴാണ് നമുക്ക് നേരെ ന്യായം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മെസ്സേജിലൂടെ ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ മുറിവുകളാണോ എന്തൊക്കെ വിഷമങ്ങളാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ ദൈവത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. അത് വച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിക്കരുത് എന്നാണ് മെസ്സേജിലൂടെ ദൈവം പറയുന്നത് നിങ്ങളോട്. ഇവിടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടും പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു സന്തോഷം ലഭിക്കുന്നതാണ്. പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വഴക്കും വിഷമവുമാണ്. ഒരു രീതിയിലും ഒരു സന്തോഷമായിട്ടുള്ള കുടുംബജീവിതം ജീവിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി അതിലൊക്കെ നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. പ്രൊഫഷണൽ ലൈഫാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരും. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ലെവലിലും വീട്ടിലായാലും കരിയറിലായാലും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അത് കാരണം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നിങ്ങൾ തന്നെ സ്വയം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നു. എന്തിനാ അവരോടൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഇനി വല്ലതും സംസാരിക്കുക അവർ വേറെ രീതിയിലെടുക്കും, പിന്നെ വഴക്കാവും. അതിനെക്കാട്ടി സംസാരിക്കാതെ മിണ്ടാതെ ഒറ്റയ്ക്ക് പോവാം. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും എന്നെ മനസ്സിലാക്കണേ എന്നാണ്. ഉറപ്പായിട്ടും എല്ലാവരും നിങ്ങളെ ഇനി മനസ്സിലാക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഗതി വരാൻ പോവുകയാണ്. ഇനി മോശമായ ആൾക്കാരെ മോശമായ സാഹചര്യത്തെ ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് ഇരുട്ട് മാറി പ്രകാശം വരാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അത് മാറും. ഒത്തിരി വലിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു ചേഞ്ചസ് നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഇന്നലെ വരെ നിങ്ങളെ വാല്യൂ ചെയ്യാത്ത ആൾക്കാർ ഇനി നിങ്ങളെ വാല്യൂ ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരുടെ ചിന്ത ആ ഒരു ഇതിൽ മാറ്റം വരും നിങ്ങളോടുള്ള. ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വേറൊരു ചേഞ്ചസ് വന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആരോടും അങ്ങോട്ട് പോയി ഗൈഡൻസ് കൊടുക്കുന്നില്ല മുന്നത്തെ പോലെ. അതായത് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾ അങ്ങോട്ട് ഗൈഡൻസ് കൊടുക്കാൻ പോകത്തുള്ളൂ. കാരണം മുന്നേ ആണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അങ്ങോട്ട് ഗൈഡൻസ് കൊടുക്കുമായിരുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയാം. അതനുസരിച്ച് നിങ്ങൾ പെരുമാറുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയും നിങ്ങളുടെ ആ ഒരു കഴിവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ പാടായിട്ട് തോന്നത്തില്ല. എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വരും. ആ ഒരു അവസരം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ കഴിവ് എന്താണോ അതനുസരിച്ച് അത് വിനിയോഗിക്കും. അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകും. ആ ഒരു ചേഞ്ചസിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തോ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വരും. അത് കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു ചേഞ്ചസ് വരുന്നത്. ഇവിടെ എന്ത് സത്യം നിങ്ങളുടെ മുന്നിൽ വന്നാലും അത് നല്ല വേയിൽ കൂടെ ആയിരിക്കും, അല്ലാതെ മോശം വഴിയിൽ കൂടെ ആയിരിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് മാറ്റാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നം അതിൽ ഒരു മാറ്റം ദൈവം സഹായിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ ദൈവത്തിൻ്റെ സപ്പോർട്ടോടു കൂടി. ഇവിടെ എന്ത് പ്രശ്നമായാലും നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫർമേഷൻ വന്നാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ച് കോൺഫിഡൻസോട് കൂടി സാഹസികരായി ധൈര്യത്തോട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് സാഹസികരാകുക നിങ്ങൾ. ചില ആക്ഷൻസ് എടുക്കാൻ പേടിയാണ് എങ്കിൽ ആ പേടി മാറ്റി നിങ്ങൾ ആക്ഷൻസ് എടുക്കുക.
ഉറപ്പായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ദൈവമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഫോറിൻ പോകണമെന്ന് ഫോറിൻ ട്രാവലിംഗ് ഇവിടെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നടക്കും. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ ആക്ഷൻ എടുക്കണം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെയാണ് ദൈവം നിങ്ങളിൽ നിന്ന് റിലീസാക്കണത്. അതായത് ചില സമയം നമ്മൾക്ക് തെറ്റായ ആൾക്കാരോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. പക്ഷേ നമുക്കൊരിക്കലും അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് റിലീസാക്കാൻ തോന്നത്തില്ല. പക്ഷേ ദൈവത്തിനറിയാം ആ ഒരു വ്യക്തി തെറ്റാണ്, അതുകൊണ്ട് അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസാക്കും. പിന്നെ നിങ്ങളൊരു സക്സസ്സിലെത്തുമ്പോഴാണ് നിങ്ങൾക്കറിയാൻ പറ്റുന്നത്, അന്ന് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ നിന്ന് ദൈവം അതിനെ മാറ്റിയത് എന്ന്. ഇവിടെ ചില ആൾക്കാർ കാർമിക് ബന്ധനത്തിൽ ഇത്രമാത്രം അകപ്പെട്ടിരിക്കുകയാണ്. അതായത് ആ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ നിന്ന് റിലീസായിപ്പോയി. ഇവരുടെ ലൈഫിൽ പല നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇവർക്കുള്ളത്. ആ പഴയ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാർമിക്കായിട്ടുള്ള ആൾക്കാർ ഇരുന്നാൽ നിങ്ങളുടെ ലൈഫ് സ്പോയിലാവുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് റിലീസാക്കി കളഞ്ഞത്. പക്ഷെ നമ്മൾ വീണ്ടും ആ ഒരു ആളിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ജീവിക്കാതെ നമ്മുടെ ലൈഫ് ഇനിയും ഇരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ അവരെയും കാട്ടി നല്ല ആൾക്കാരെ ദൈവം കൊണ്ടുതരും. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഡിസർവ് ആയിട്ടുള്ള കാര്യം എപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ടാകും. നിങ്ങൾക്ക് ഡിസർവ് അല്ലാത്ത കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് നല്ലതല്ല, മുന്നേ നഷ്ടപ്പെട്ടു പോയത് ആയിരുന്നു നല്ലത് എന്നാണ്. അത് മാറ്റുക നിങ്ങൾ. പോയത് പോയി. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ഇനി വരാൻ പോകുന്ന ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ. ഇവിടെ വീണ്ടും ദൈവം നിങ്ങൾക്കൊരു അവസരം തരാൻ പോവുകയാണ്. ആ ഒരു അവസരം നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നു, നിങ്ങളുടെ ഹൃദയം വീണ്ടും തകർന്നു പോകുമോ എന്ന്. പാസ്റ്റിലെ ആ ഒരു അനുഭവം വെച്ച് ഒരിക്കലും ഹൃദയം തകർന്നു പോകത്തില്ല. കാരണം ഈശോ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അതായത് മെഡിറ്റേഷൻ അല്ല എങ്കിൽ മന്ത്രം ഉച്ചരിക്കുന്നത്, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഓം മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഫുൾ ബോഡിക്കും അതിൽ നിന്ന് ഒരു നല്ലൊരു പ്രയോജനം ലഭിക്കും ഓം മന്ത്രം ജപിക്കുന്നത്. ഇവിടെ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയും നെഗറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓം മന്ത്രം നിങ്ങൾ കൂടുതലായിട്ടും ജപിക്കാൻ ശ്രമിക്കുക. എവിടെ നിന്നാണോ നിങ്ങൾ തോറ്റുപോയത് അവിടെ നിന്നാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചേഞ്ച് ആവാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാം നിങ്ങൾക്ക് കൺട്രോളിന് പുറത്ത് പോയിരിക്കുകയാണ്, ഇനി ഒന്നും നേരെ ആവത്തില്ല. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുവാനാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ തോറ്റത് അവിടെ നിന്നാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.